ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. 2023 ചോദിച്ച പ്രാക്ടിക്കൽ എക്സാമിന് ചോദിച്ച കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ലാബ് 9 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ എളുപ്പം, വളരെ ചെറിയ സ്റ്റെപ്പുകളേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ, വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ലാബാണ്. സോ നമുക്ക് നോക്കാം. ക്രിയേറ്റ് എ സ്ലൈഡർ സി എന്ന് പറയുന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് സ്ലൈഡർ ടൂൾ എടുക്കുക. ജസ്റ്റ് സി എന്നാണ് പേര് കൊടുക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ സി എന്ന് പറഞ്ഞ് പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല, അവരൊന്നും പറഞ്ഞിട്ടില്ല. സോ സി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അടുത്ത നമ്മൾ ഇങ്ങനെ എ എന്ന് പറയുന്ന പോയിന്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത മക്കളെ, എ എന്ന് പറയുന്ന പോയിന്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് പേസ്റ്റ് ചെയ്തു, എൻ്റർ അടിച്ചു. എ എന്ന് പറയുന്ന പോയിന്റ് അവിടെ വന്നു. അടുത്ത ബി എന്ന് പറഞ്ഞ പോയിന്റ് അതേപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങാട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഓക്കെ, എന്നിട്ട് കൂടെ കൂടിക്കോടെ, നമുക്ക് ഓരോ കാര്യങ്ങളും നല്ല കിടിലായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് മക്കളെ, അനദർ സ്ലൈഡർ എ എന്ന് പറയുന്ന വേറൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. മിനിമം 0, മാക്സിമം 12, ഇൻക്രിമെന്റ് 0.01. സോ മറ്റൊരു സ്ലൈഡർ അവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. എ എന്ന് പറഞ്ഞ പേരിൽ മിനിമം 0, മാക്സിമം 12, ഇൻക്രിമെന്റ് 0.01. ഓക്കെ, അതും ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് മക്കളെ, പ്ലോട്ട് എ സെന്റർ ഓഫ് റേഡിയസ് എ സെന്റേഡ് അറ്റ് എ. ഓക്കെ മക്കളെ, അപ്പോൾ എ എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. സെന്റർ എ ആണ്. അപ്പോൾ നമ്മളിവിടെ സർക്കിൾ ടൂൾ എടുക്കുക. സർക്കിൾ വിത്ത് രണ്ടാമത്തെ ടൂൾ കണ്ടല്ലോ മക്കളെ, സെന്റർ ആൻഡ് റേഡിയസ്. നിങ്ങൾ ചെറിയൊരു പനിയുടെയൊക്കെ ഒരു ഇതുള്ളതുകൊണ്ട് കുറച്ച് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമാണ് കേട്ടോ. സോ അഡ്ജസ്റ്റ് ചെയ്തോണേ. സർക്കിള് സെന്റർ ആൻഡ് റേഡിയസ് സെലക്ട് ചെയ്യാം മക്കളെ. സോ എ എന്ന് പറയാനാണ് നമ്മുടെ സെന്റർ വേണ്ടത്. സോ എ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കും എത്ര റേഡിയസ് ആണ് വേണ്ടത്. റേഡിയസ് നമ്മളോട് പറഞ്ഞത് എ എന്നുള്ളതാണ്. സോ എ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അവിടെ വരെയായി. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്ലോട്ട് അനദർ സർക്കിൾ ഓഫ് റേഡിയസ് 12 - a സെന്റേഡ് അറ്റ് ബി. അപ്പോൾ മറ്റൊരു സർക്കിൾ. സോ നമ്മുടെ സർക്കിൾ ടൂൾ ഓൺ ആണ്. ബി കൊണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചു സെന്റർ എത്രയാണ് വേണ്ടത്. 12 - a എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അതും ഓക്കെ. അപ്പോൾ വലിയൊരു സർക്കിൾ വന്നു. ഓക്കെ, കിടക്കട്ടെ. അടുത്തത് പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സി ആൻഡ് ഡി ഓഫ് എബോവ് സർക്കിൾ ഗീവ് ദെയർ ട്രൈസ്. ഇവിടെ വേറൊന്നുമല്ല, ഈ രണ്ട് സർക്കിളില്ലേ അത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് ട്രേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നുമല്ല, ഈ എ എന്ന് പറയുന്ന ടൂളില്ലേ, എ എന്ന് പറയുന്ന ഈ സ്ലൈഡറിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുക. അപ്പോൾ അതേ സർക്കിൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്നതേ കണ്ടല്ലോ. അത് എവിടെയെങ്കിലും കൂട്ടിമുട്ടിക്കോട്ടെ. കൂട്ടിമുട്ട ഏതെങ്കിലും ഒരു പോയിന്റ്, ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുക്കുക, ഇന്റർസെക്റ്റിംഗ് ടൂൾ എടുക്കുക, ഈ രണ്ട് സർക്കിൾ സെലക്ട് ചെയ്യുക. രണ്ട് പോയിന്റ് വന്നിട്ടുണ്ടല്ലോ, സിയും ഡിയും. സോ ഇതാണ് നമ്മുടെ സിയും ഡിയും എന്ന് പറയുന്ന പോയിന്റ്. സോ സിയും ഡിയും ട്രേസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. സോ സിയും ഡിയും ഒരുമിച്ച് ട്രേസ് ചെയ്യണമെങ്കിൽ മക്കളെ സി ക്ലിക്ക് ചെയ്യുക. സിയും ഡിയും ഒരുമിച്ച് ട്രേസ് ചെയ്യാനല്ലേ പറഞ്ഞത്. ഓക്കെ, നോട്ടുകളെടുത്തു, ക്ലിക്ക് ചെയ്തു, സിയിൽ ക്ലിക്ക് ചെയ്തു, ഡിയിൽ ക്ലിക്ക് ചെയ്തു. മക്കളെ ഇത് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഒരുമിച്ച് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ സി ക്ലിക്ക് ചെയ്തിട്ട് ഡി ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ സി ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ആവും. ഓക്കെ, എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രേസ് ഓൺ എന്ന് പറഞ്ഞ് കണ്ടല്ലോ മക്കളെ, അത് സെലക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ, അവിടെ വരെ ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എയിൽ ആനിമേഷൻ ഓൺ ചെയ്യുക. എയിൽ കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആനിമേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ ഇതാണ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത് വിളിച്ച് നിങ്ങളുടെ എക്സാമിനറെ കാണിച്ചു കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ എഴുതുക ആപ്ലെറ്റ് ക്രിയേറ്റഡ്. ഫസ്റ്റത്തെ ആൻസർ ആപ്ലെറ്റ് ക്രിയേറ്റഡ്. ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇത് കൊണ്ട് കാണിച്ചാൽ മതി കേട്ടോ, അല്ലാതെ ഇത് കാണിക്കാതെ നിങ്ങൾ ക്ലോസ് ചെയ്യില്ല കേട്ടോ മക്കളെ. ഇത് താഴത്ത് പോസ് ചെയ്താൽ അതങ്ങനെ നിന്നോളൂ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഫസ്റ്റത്തെ കഴിഞ്ഞു, വളരെ എളുപ്പം. ഫസ്റ്റത്തെ കഴിഞ്ഞു. സെക്കൻഡ് എന്താ മക്കളെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് സെറ്റ് ദ വാല്യൂ സി ആസ് 4. സി എന്ന് പറയുന്നത് 4 കൊണ്ട് വെക്കുക. എന്നിട്ട് ആനിമേറ്റഡ് സ്ലൈഡർ എ എന്ന് പറയുന്ന സ്ലൈഡർ ആനിമേറ്റ് ചെയ്യുക. എന്നിട്ട് സിയുടെയും ഡിയുടെയും പാത്ത് നിങ്ങൾ ട്രേസ് ചെയ്യുക. അത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താ പറയുക? സി എന്ന് പറയുന്നത് 4 കൊണ്ട് വയ്ക്കുക. എന്നിട്ട് ആനിമേറ്റഡ് സ്ലൈഡർ എ. സോ സി നമുക്ക് 4 കൊണ്ട് വയ്ക്കാം. സി നമുക്ക് ഈ സർക്കിളിൻ്റെ ആവശ്യമില്ല. സോ സർക്കിൾ ഞാനങ്ങ് കളയുവാണ്. എന്നിട്ട് സി ഞാൻ 4 കൊണ്ട് വെച്ചു. സർക്കിളിൻ്റെ പരിപാടി കഴിഞ്ഞു. സോ സി അത് ഞാൻ ഹൈഡ് ചെയ്തു കണ്ടല്ലോ മക്കളെ. സർക്കിൾ ഞാൻ രണ്ടും ഹൈഡ് ചെയ്തു. സർക്കിളിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഹൈഡ് ചെയ്ത് കളയാം. ഓക്കെ, ഹൈഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്തത്? സി എന്ന് പറയുന്നത് 4 കൊണ്ട് വെച്ചു. സോ ഇപ്പം ഇങ്ങനെ വല്ലാത്തൊരു ചവർ പോലെ ഇരിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് കേൾക്കുക, നമ്മുടെ പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് കേൾക്കുക. സ്റ്റാൻഡേർഡ് വ്യൂ കണ്ടല്ലോ മക്കളെ. സ്റ്റാൻഡേർഡ് വ്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നല്ല വ്യക്തമായിട്ടൊരു നമുക്ക് 1, 2, 3 എന്നുള്ള കറക്റ്റ് വ്യക്തമായിട്ടൊരു വ്യൂ വരും. കൺട്രോൾ എം അടിച്ചാലും മതി, സ്റ്റാൻഡേർഡ് വ്യൂ ആയിക്കോളും കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുക. ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് കേൾക്കുക, ഇവിടെ കൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് കേൾക്കുക, സ്റ്റാൻഡേർഡ് വ്യൂ അടിക്കുക.
ഓക്കെ, ഇനി എന്താ പറയുന്നത്, എ എന്ന് പറയുന്നത് സ്ലൈഡർ ട്രേസ് ആനിമേറ്റ് ചെയ്യുക, എന്നിട്ട് ട്രേസ് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, എയുടെ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, ആനിമേഷൻ ഓൺ കൊടുക്കുക. അപ്പോൾ അതെ നമ്മുടെ ആനിമേഷൻ ഓൺ ആയപ്പോൾ നമ്മുടെ സർക്കിൾ ആണോ, ഇത് എന്ത് ഷേപ്പാണെന്ന് നോക്കിയുടെ മക്കളെ, കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതിങ്ങനെ ആനിമേറ്റ് ചെയ്തുകൊണ്ടിരുന്നോളും. സോ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. എന്ത് ഷേപ്പ് തോന്നുന്നു? നമ്മൾ +1 പഠിച്ച എലിപ്സിന്റെ ഷേപ്പിലൂടെ മക്കളെ, എലിപ്റ്റിക്കൽ ഷേപ്പ് ഉണ്ടല്ലേ. സോ എലിപ്സ് ആണ് ഈ സംഭവം. ഓക്കെ, അത് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്സൈ അല്ലെങ്കിൽ ഫോക്കൈ, എന്തുകൊണ്ട് ഇതിനെ വായിക്കാം, ആൻഡ് വെർട്ടിസസ് ഓഫ് ദി കോണിക്സ് ട്രേസ്ഡ്. സോ ഇതിന്റെ ഫോക്കൈ അല്ലെങ്കിൽ ഫോസൈ കണ്ടുപിടിക്കാനാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനകത്താണ് നമുക്ക് കുറച്ച് ചെയ്യാനുള്ളത്. ഓക്കെ, അതിനകത്താണ് നമുക്ക് കുറച്ച് ചെയ്യാനുള്ളത്. മക്കളെ ഇവിടെ നോക്കി, ഇതിന്റെ ഫോക്കസ് അല്ലെങ്കിൽ ഫോസൈ കണ്ടുപിടിക്കണമെങ്കിൽ +1 പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഇതിന്റെ ഫോക്കസ്, -4ഉം +4ഉം. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം? +or-40, ഇതാണ് ഇതിന്റെ ഫോക്കസ്. സിമ്പിൾ പരിപാടി. ഈ രണ്ടുമാണ് ഇതിന്റെ ഫോക്കസ്. കണ്ടല്ലോ, നല്ലൊരു അടിപൊളി ഫിഗർ അല്ലേ? അപ്പോൾ ഈ രണ്ടുമാണ് ഇതിന്റെ ഫോക്കസ്. കണ്ടല്ലോ മക്കളെ. അപ്പോൾ -4ഉം +4ഉം ആണ് ഇതിന്റെ ഫോക്കസ്. അപ്പോൾ ഫോസൈ എന്ന് പറയുന്നത് ഒന്നിക്കൂടുള്ളതുകൊണ്ടാണ് ഫോസൈ അല്ലെങ്കിൽ ഫോക്കൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ വെർട്ടിസസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എടാ ഈ ട്രേസ് പോകുന്ന വഴിയില്ലേ, ഇത് 6ഉം -6, അതാണ് വെർട്ടിസസ്. +or-6, ഇഡിലായിട്ട് കഴിഞ്ഞില്ലേ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഈ കോർഡിനേറ്റ്സ് ആണ്, ഈ പോയിന്റ് ആണ് ഫോക്കസ്. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ആ ട്രേസ് കടന്നു പോകുന്ന വഴിയാണ്, +or-6, സിമ്പിളായിട്ട് കഴിഞ്ഞു, ഫോക്കസ് കഴിഞ്ഞു. അത് രണ്ടുമല്ലേ ചോദിച്ചത്. സോ അത് രണ്ടും എഴുതി വെക്കുക നിങ്ങൾ, ആ പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സോ എ പാർട്ട് കഴിഞ്ഞല്ലോ. 2 മാർക്ക് കിട്ടി. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി കോണിക്. കോണിക്കിന്റെ ഇക്വേഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മക്കളെ, കോണിക്കിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ എന്തായിരുന്നു എഴുതിയത്? ഫോക്കസ് ഫോസൈ എന്ന് പറയണത് +or-40യും വെർട്ടിസസ് +or-60 അല്ലേ. സോ ഇതിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ മക്കളെ, ഇത് എന്ത് തരം ഇതാണെന്നറിയാമോ? ഇത് നമുക്ക് 2 തരം കോണിക് സെക്ഷൻ നമ്മുടെ എലിപ്സ് ഉണ്ട്. ഒരെണ്ണം ഇങ്ങനെയും ഇതൊരെണ്ണം y-ആക്സിസ് മേജർ ആയിട്ടുള്ളത്. സോ ഫസ്റ്റത്തേൻ്റെ ആണെങ്കിൽ x²/a² + y²/b² = 1. സെക്കൻഡ് ഇത് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ x²/b² + y²/a² = 1. എ എന്ന് പറഞ്ഞാൽ വലിയ നമ്പറാണ്. എക്സിന്റെ താഴെയാണ് വലിയ നമ്പറെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. വൈയുടെ താഴെയാണ് വലിയ നമ്പറെങ്കിൽ y ആണ് മേജർ ആക്സിസ് എങ്കിൽ ഇതായിരിക്കും ഇക്വേഷൻ. വലിയ കാര്യമൊന്നുമില്ല, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അതിനുള്ള ഈ ഒരു തരത്തിലുള്ള ഇക്വേഷൻ ആണ്. സോ x²/a² + y²/b² = 1 എന്നാണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പോൾ എയും ബിയും വേണം. എ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. സി എന്നുള്ളതാണ് ഫോക്കസിന്റെ ലെറ്റർ. സോ സി എന്ന് പറയുന്നത് 4 ആണ്. വെർട്ടിസസ് എന്ന് പറയുന്നത് എ ആണ്. വെർട്ടിസസ് എത്രയാണ്? എ എന്ന് പറയുന്ന ലെറ്റർ 6. ഇതൊക്കെ +1 കാര്യമാണ്. സോ ഫോക്കസ് എന്താണ്? ഫോക്കസിന്റെ ലെറ്റർ സിയും എ എന്ന് പറയുന്നത് 6ഉം ആണ്. 2 തന്നിട്ടുണ്ട്. സോ നമുക്ക് ബി കണ്ടുപിടിക്കണമെങ്കിൽ സിയും എയും ബിയും കൂടെ ഇക്വേഷൻ ഉണ്ട്, അറിയാമല്ലോടാ. c² = a² - b². ഇതാണ് എലിപ്സിന്റെ സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സി തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 4. സോ 4² = a എത്രയാണ്? 6. 6² - b². സോ -b² ഇപ്പുറത്തേക്ക് എടുക്കാം. സോ +b² ആകും. സോ 6² - 4². 6² 36 ആണ്. 4² 16 ആണ്. 36 16 കുറച്ചാൽ 20. സോ ബി എന്ന് പറയുന്നത് √20. b² മതി അല്ലേ. b² 20 കിട്ടിയില്ലടാ. b² 20 കിട്ടി. സോ നമ്മളോട് ചോദിച്ചത് എയും ബിയും കണ്ടുപിടിച്ചിട്ട് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ. ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഡയറക്റ്റ് therefore ഇക്വേഷൻ ഈസ് എന്താണ്? x²/a². എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. എ എന്ന് പറഞ്ഞാൽ 6. സോ 6² എത്രയാണ്? 36 + y²/b². b² ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 20 = 1 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ കാര്യങ്ങൾ തിയററ്റിക്കലി നമ്മൾ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഫോക്കസ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു, വെർട്ടിസസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഫോക്കസിന്റെ ലെറ്റർ സി ആണ്, വെർട്ടിസസിന്റെ ലെറ്റർ എ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. c² = a² - b². ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് b² കിട്ടും, അല്ലെങ്കിൽ a² കിട്ടും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നോക്കാം.
അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് മക്കളെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എഡിറ്റ് ദ വാല്യൂ സ്ലൈഡർ. സിയുടെ വാല്യൂ എഡിറ്റ് ചെയ്യണം. എന്താണ്? ഇതാണ് കർവ് എങ്കിൽ സിയുടെ വാല്യൂ എഡിറ്റ് ചെയ്യുക, ട്രേസ് ദ കർവ്. എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ബൈ 11 ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കത് നോക്കാം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എടാ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അവർ തന്നിരിക്കണം എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ബൈ 11 ഈക്വൽ ടു 1. അപ്പോൾ മനസ്സിലായി, ഈ എ എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പർ, സോ അതാണ് എ. എ എന്ന് പറയുന്നത് എ സ്ക്വയർ എന്ന് പറയുന്നത് 36, ബി സ്ക്വയർ എന്ന് പറയുന്നത് 11. കണ്ടല്ലോ, എയുടെ താഴെ എക്സിൻ്റെ താഴെയുള്ളതാണ് വലിയ നമ്പർ എങ്കിൽ അതാണ് എ സ്ക്വയർ. വൈയുടെ താഴെ ചെറുതെങ്കിൽ അത് ബി. ഓക്കെ, അപ്പോൾ നമുക്കത് സി സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ എ സ്ക്വയർ ഡയറക്റ്റ് അവിടെ അറിയാം, 36 മൈനസ് ബി സ്ക്വയർ 11. 36 മൈനസ് 11 എന്ന് പറയുമ്പോൾ 25. സോ സി സ്ക്വയർ 25 ആണെങ്കിൽ സി എത്രയാണ്? √25. സോ 5. വളരെ എളുപ്പം സിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിയുടെ വാല്യൂ 5 കൊണ്ട് വെക്കുക. സിയുടെ വാല്യൂ സിമ്പിളായിട്ട് 5 കൊണ്ട് വെക്കുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് വ്യൂ അടിക്കുക. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് വ്യൂ അടിക്കുക. സ്റ്റാൻഡേർഡ് വ്യൂ ആണോ? ഓക്കെ, സ്റ്റാൻഡേർഡ് വ്യൂ അടിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വന്നല്ലോ. എന്നിട്ട് നമ്മുടെ എ എന്ന് പറയണതിൻ്റെ അവിടെ ആനിമേഷൻ ഓൺ കൊടുക്കുക. സോ പുതിയ നമ്മുടെ എലിപ്സ് വന്നു കഴിഞ്ഞു. കണ്ടല്ലോ, -6. എ എന്ന് പറയുന്നത് വെർട്ടിസസ് 6 അല്ലേടാ, +or-6 0 കണ്ട 6 കൂടെ പോകണുണ്ടല്ലോ. നമ്മുടെ വെർട്ടിസസ് നമ്മുടെ ബി എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ഫോക്കസ് കണ്ടല്ലോ 5 ആണ്. സോ -5 0 +or-5 0 എന്നാണ്. ഒന്നുമില്ല, വേറെ ഒന്നും എഴുതാനില്ല. കറക്റ്റായിട്ട് ഇതൊന്ന് ട്രേസ് ചെയ്ത് കാണിക്കുക, പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി വളരെ എളുപ്പമുള്ള ഒരു ലാബാണ്, ചെറിയൊരു ലാബാണ് മക്കളെ കോണിക് സെക്ഷൻ. ഓക്കെ, ഇത്രയുള്ള ട്രേസ് ഓൺ ചെയ്യുക, പിന്നെ ആനിമേഷൻ ഓൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം ഒന്ന് പരിചയപ്പെടാനുള്ള ചെറിയൊരു ലാബാണ്, സിമ്പിൾ ലാബ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള മക്കളെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ചെയ്യുക കേട്ടോ ലാബ്. അപ്പോൾ നെക്സ്റ്റ് ലാബായിട്ട് കാണാം മക്കളെ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നെക്സ്റ്റ് ലാബായിട്ടാണ്. ഓക്കെ, ബൈ.